നമസ്കാരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഞാൻ സ്ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രേഖ. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. രണ്ടാം റൗണ്ട് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ഒരുപാട് നല്ല സെഗ്മെൻറ്റ്സ് കണ്ടു, എല്ലാ കണ്ടസ്റ്റൻറ്റും ഇവാലുവേഷൻ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുതിയൊരു കടമ്പ കടക്കാൻ പോവാണ്. അത് രണ്ടാമത്തെ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ 3 പുതിയ സെഗ്മെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയെ അറിയാൻ. ഇന്ത്യയെ അറിയാൻ എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ സംസ്ഥാനം ചൂസ് ചെയ്യാം. ആ സംസ്ഥാനത്തെക്കുറിച്ച് അവർക്ക് എത്രത്തോളം ധാരണയുണ്ട്. എനിക്ക് ക്വിസ് മാസ്റ്റർ ആയിട്ടുള്ള ഒരു റോൾ കൂടിയും അതിലുണ്ട്. അത് ഞാൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ജഡ്ജസ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അങ്ങനെ അതിൽ മാർക്ക് നേടാം. രണ്ടാമത്തെ, എൻ്റെ ഇഷ്ടകലാരൂപം. എൻ്റെ ഇഷ്ടകലാരൂപത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പെർഫോമിംഗ് ആർട്സ് അവർക്ക് ഇഷ്ടപ്പെടാം. അതിവിടെ വന്ന് അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കണം. അവർക്കത് കാണാം, അതിനെ വിലയിരുത്താം. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അതാണ് എൻ്റെ ഇഷ്ടകലാരൂപം. ഇതിനൊരു ചോയ്സും കൂടിയുണ്ട്, ജീവിതത്തിലെ ചിരി. അവരെ ചിരിപ്പിച്ചൊരു സംഭവം അതെന്താണെന്നുള്ള ഇവിടെ നമ്മൾ അവർക്ക് മുന്നിൽ ഇനാക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതൊരു സിനിമ സീനാവാം, എന്ത് വേണമെങ്കിൽ ആവാം. അവരെ ചിരിപ്പിച്ചൊരു സംഭവം, ചിലപ്പോൾ ഒരു സീനായിരിക്കാം, ഓർമ്മയായിരിക്കാം, എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പോൾ ഇത് 2 ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ എൻ്റെ ഇഷ്ടകലാരൂപം സെലക്ട് ചെയ്യാം ഒരു റൗണ്ടിൽ, അല്ലെങ്കിൽ ജീവിതത്തിലെ ചിരി സെലക്ട് ചെയ്യാം. മൂന്നാമത്തെയാണ് വാദം പ്രതിവാദം. നമ്മളൊരു ഇഷ്യൂ കൊടുക്കും, നല്ല കത്തി നിൽക്കുന്ന ഇഷ്യൂ. അതിലെന്തായാലും 2 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ഒരാളത് പ്രതികൂലിക്കും, ഒരാൾ അനുകൂലിക്കും. ഇവർ രണ്ടുപേരും നമ്മുടെ സംസാരം, ഈ വാദം, നമ്മുടെ കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്ന ഒരു മോഡറേറ്ററായിട്ട് ആ കോൺവെർസേഷൻ, ആ ഡിബേറ്റ്, ആ ഒരു മോഡറേറ്റർ ടെക്നിക്കാണ് നമ്മൾ ഈ ഒരു ആശയത്തിൽ, ഈ ഒരു റൗണ്ടിൽ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ 3 സെഗ്മെൻറ്റ്സ് ആണ് പുതിയ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഗ്രേറ്റ് ഫൺ, ബിക്കോസ് ഒരുപാട് പുതിയ സംഭവങ്ങൾ നമുക്കും പഠിക്കാൻ പറ്റും നിങ്ങളോടൊപ്പം. ഇനി ഞാൻ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. നമുക്ക് ഇന്നൊരു സെലിബ്രിറ്റി ജഡ്ജുണ്ട്. ഞാനൊരു 3-4 പേരുകൾ പറയാം. ഒരു പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും. ബാലേട്ടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ശ്രീ VM വിനു. ഇനി ശ്രീമതി KR മീര, അഡ്വക്കേറ്റ് വാമനകുമാർ സർ. വിനു സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഞാൻ സ്ത്രീയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും താങ്കൾക്ക് ഒരു നല്ല അനുഭവമായിരിക്കും. ഞങ്ങൾ എന്തായാലും നേരത്തെ തന്നെ ഞാൻ ഉറപ്പ് തരുന്നു. എല്ലാ ജഡ്ജസ് വെൽക്കം വൺസ് അഗൈൻ. ഇനി എൻ്റെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടാം. ശ്രുതി കാലിക്കറ്റിൽ നിന്ന്, ജിജി കാലിക്കറ്റിൽ നിന്ന്, റോഷ്നി ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ. അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസിനും പരിചയപ്പെട്ടു. ഇന്ന് ജഡ്ജസിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഞാൻ സ്ത്രീ തുടങ്ങുന്നു. ഞാൻ സ്ത്രീയിലെ ആദ്യത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വാദം പ്രതിവാദമാണ്. വാദം പ്രതിവാദത്തിൽ നമ്മൾ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ടോപ്പിക് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നു. അതൊരു ഡിസ്കഷൻ എങ്ങനെ മോഡറേറ്റ് ചെയ്യുന്നു നമ്മുടെ കണ്ടസ്റ്റൻ്റ് എന്നാണ് ഈ ഒരു ആശയം, ഈ ഒരു റൗണ്ടിൻ്റെ ആശയം. അതാണ് ജഡ്ജസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സർക്കാർ ജോലിയിൽ മലയാള ഭാഷ നിർബന്ധമാക്കിയത് ശരിയോ തെറ്റോ. ഈ കണ്ടസ്റ്റൻ്റ് ഇന്ന് വരുന്നത് റോഷ്നിയാണ്. റോഷ്നി, ആർ യു റെഡി? യെസ്. അപ്പോൾ ഞാൻ ഗസ്റ്റിനെ പരിചയപ്പെടുത്താം. ഇന്ന് ഈ ഒരു ടോപ്പിക്, അതായത് സർക്കാർ ജോലിയിൽ മലയാള ഭാഷ നിർബന്ധമാക്കിയത് ശരിയോ തെറ്റോ എന്ന ഈ ടോപ്പിക് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ KV തോമസ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് മലയാളം, മലബാർ ക്രിസ്ത്യൻ കോളേജ് കാലിക്കറ്റ്. ശ്രീ KM ഷെരീഫ്, അസോസിയേറ്റ് പ്രൊഫസർ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. രണ്ടും നല്ല ടോപ്പിക്കിനെ പറ്റി നന്നായി സംസാരിക്കാൻ പറ്റുന്ന 2 ആൾക്കാരാണ്. റോഷ്നി, ദ സ്റ്റേജ് ഇസ് യോഴ്സ്. ഇപ്പം ഈയിടെ ചർച്ചാ വിഷയമായ സർക്കാർ ജോലിക്ക് മലയാളം പ്രധാനമാണോ എന്നുള്ള ചർച്ചയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സാറിന് എന്ത് തോന്നുന്നു? ആ റൂള് വന്നത്, അത് സർക്കാർ ജോലി ചെയ്യാൻ വേണ്ടി മലയാളം അറിയണം എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെയൊരു ചോദ്യം തന്നെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ലോകത്തിൽ ഈ കേരളം പോലെയുള്ള പ്രദേശങ്ങൾ വളരെ കുറവാണ്. കഴിഞ്ഞ 57 വർഷമായിട്ട് നമ്മൾ ഇതേ കാര്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോമാട്ടിൽ അച്യുതമേനോൻ ചെയർമാനായിട്ട് ഉണ്ടാക്കിയതാണ് ഭരണഭാഷാ കമ്മിറ്റി. അതിൻ്റെ ശുപാർശകൾ വന്നു. ആ ശുപാർശകളെപ്പറ്റി പഠിക്കാൻ പിന്നീട് കമ്മിറ്റികൾ വന്നു. ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ഇതൊക്കെയാണ് ചെയ്യാവുന്നത്. ഒരു കമ്മിറ്റിയെ നിയമിക്കുക, അതിൻ്റെ ശുപാർശകൾ പഠിക്കാൻ വേറൊരു കമ്മിറ്റിയെ നിയമിക്കുക. അങ്ങനെ നമ്മളിത് വളരെ നീട്ടിക്കൊണ്ടുപോയൊരു പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ
നമ്മൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. വളരെ കഷ്ടമാണ് എന്നാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിനകത്ത് വേറൊരു സംശയത്തിൻ്റെ ഒരു പഴുതുപോലുമില്ല. ഏതൊരു രാജ്യത്തിൻ്റെയും ഭരണം അവിടുത്തെ മാതൃഭാഷയിലായിരിക്കണമെന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്തൊരു ചർച്ചയ്ക്ക് പോലും പഴുതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ഓഫീസസിൽ വരുന്ന നോർമൽ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി വേറെ ഭാഷയിൽ സംസാരിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത് മലയാളം ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഇതാക്കണം എന്നുള്ളത് പറഞ്ഞത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോമസ് സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. മാതൃഭാഷയല്ലാതെ മറ്റൊരു ഭാഷയിൽ ഭരണം നടത്തുക എന്നുള്ളത് വാസ്തവത്തിൽ അസാധ്യമാണ്. അത് ഇത്രയും കാലം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന്, ജനങ്ങൾക്ക് ഭരണവുമായിട്ടുള്ള ബന്ധം. ഇപ്പം ഞങ്ങളുടെ ഭരണമാണ് എന്ന്, ഞങ്ങളുടെ റിപ്പബ്ലിക്കാണ് എന്നൊക്കെ പറയണമെങ്കിൽ അത് ആ റിപ്പബ്ലിക്കിൽ ഭരണം നടക്കുന്നത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണത്തിൽ മാത്രമല്ല, ബാങ്കുകൾ മുതലായ സ്ഥാപനങ്ങൾ നേരിട്ട് സർക്കാരിൻ്റെ അധീനത്തിലല്ലാത്തതാണെങ്കിലും ജനങ്ങൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, അവിടുത്തെയും ഭാഷ മലയാളമാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ തോതിൽ ബാങ്കുകൾ അത് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അത് പരിപൂർണമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് കോടതി ഭാഷയും. കോടതി ഭാഷ മലയാളത്തിലാകുന്നതിലൂടെ മാത്രമേ ശരിക്കും നീതി നടപ്പാക്കപ്പെടുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കക്ഷികൾക്ക് എന്താണ് കോടതിയിൽ നടക്കുന്നതെന്നറിയില്ല, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവന് എന്തിനാണ് വിധിക്കപ്പെടുന്നതെന്നറിയില്ല, തൂക്കുകയറ് മുറുകുമ്പോഴായിരിക്കും അറിയുക ഇത് വധശിക്ഷയ്ക്കാണ് വിധിക്കപ്പെടുക. ആ രീതിയിലാണ് ഇവിടെ നീതി നിർവ്വഹണം പോലും നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ അവിടെ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർക്ക് മലയാളം അറിയണം. ഇപ്പം നമ്മുടെ കൺട്രിയിൽ എന്താവുന്നു, വേറെ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ കേരളത്തിലേക്ക്. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ വേണ്ടി ഇംഗ്ലീഷും അറിയണം എന്നുള്ളത് സാറിന് തോന്നുന്നില്ല? ഇതിനെ സംബന്ധിച്ച് എനിക്ക് വേറൊരു കാര്യമാണ്. ഇംഗ്ലീഷുകാർ ഭരിച്ച ഒരു രാജ്യമാണല്ലോ ഇത്. മലബാർ കളക്ടർ സായിപ്പായിരുന്നു. ഉദാഹരണത്തിന് വില്യം ലോഗൻ, അതുപോലെയുള്ള സായിപ്പന്മാർ ഭരിച്ചൊരു നാടാണ്. വില്യം ലോഗൻ അസലായിട്ട് മലയാളം അറിയാമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ, ഇവിടെ മലബാർ ഭരിക്കുമ്പോൾ ഇവിടുത്തെ കളക്ടറായിട്ട് വിടുന്നത് മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ്. ലോഗന് ശേഷം വന്നയാളാണ് ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മലയാളം നന്നായിട്ട് അറിയുന്ന ഭരണാധികാരികളെയാണ്. അന്യ സ്റ്റേറ്റിൽ നിന്ന് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുത്തെ മാതിരി ആയിരുന്നില്ല തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കാര്യങ്ങൾ. എങ്കിൽ പോലും ബ്രിട്ടീഷ് റെസിഡൻറ്റുകളാണ് അവിടെ ഭരിച്ചിരുന്നത്. കേണൽ മൻറോ അദ്ദേഹം ഒരു ഉത്തരവിറക്കി, ആരും ഇംഗ്ലീഷിലെ ഫയലുകൾ എഴുതാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും എഴുതിയാൽ അതിൻ്റെ മലയാള പരിഭാഷ കൂടെ വെച്ചിരിക്കണം. ഇത് ബ്രിട്ടീഷുകാരിറക്കിയ ഉത്തരവിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ തലശ്ശേരി രേഖകൾ നോക്കിയാൽ അറിയാം, വളരെ വിദഗ്ധമായിട്ട് മലയാളം കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ അവിടെയുണ്ട്. അതൊക്കെ ഇപ്പം അവൈലബിളാണ്. തലശ്ശേരി ബ്രിട്ടീഷുകാർ ഇവിടെ ഇവിടുത്തെ രാജ്യത്തെ ഭരണാധികാരികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് മുഴുവൻ മലയാളത്തിലാണ്. എന്നിട്ടിപ്പോൾ നമ്മളിത് മറ്റ് രാജ്യക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞ് നമ്മളിത് മാറ്റിവെക്കുകയാണ്. മറ്റ് സ്റ്റേറ്റിലൊന്നും ഈ പ്രശ്നമില്ലല്ലോ. ഇത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം. ഇംഗ്ലീഷ് ഭരണഭാഷയായിരിക്കുന്നത്. മറ്റെല്ലാ സ്റ്റേറ്റിലും അവിടുത്തെ മാതൃഭാഷ തന്നെയാണല്ലോ ഭരണഭാഷ. അവിടെയൊന്നും ഇല്ലാത്തൊരു പ്രശ്നം, പുതിയൊരു പ്രശ്നം, എന്ത് പ്രശ്നമാണ് ഇവിടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഓഫീസിൽ പോയാലും അവിടെ ഒരു ഫോം എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അവിടുത്തെ ലാംഗ്വേജിൽ എന്തായാലും അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കേരളത്തിലും അങ്ങനെയല്ലേ? ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇംഗ്ലീഷിലാണ്. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞതുപോലെ കോടതി ഭാഷ ഇപ്പോഴും ഇംഗ്ലീഷാണ്. നമ്മൾ സിനിമയെ കാണുന്ന സംഗതിയല്ല കോടതി നടക്കുന്നത്. സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉഗ്രമായിട്ട് മലയാളത്തിൽ വാദിക്കുകയും തകർക്കുകയും ഓടുകയും ചാടുകയും ചെയ്യും. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രംഗമാണ് ഈ സിനിമയിലെ കോടതി രംഗങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഇതിനെപ്പറ്റി വേറൊരു തമാശ ഉള്ളത്, ഈ കോടതി ഭാഷ മലയാളമാക്കുന്നതിന് ഏറ്റവും എതിര് നിൽക്കുന്നത് നല്ലൊരു ശതമാനം വക്കീലന്മാരാണ്. കാരണം ഇവരുടെ മണ്ടത്തരം ആളുകൾ മനസ്സിലാക്കും. ഈ പാവപ്പെട്ട വാദിയോ പ്രതിയോ ആരുമാകട്ടെ, അവൻ വിചാരിക്കുന്നത് നമ്മുടെ വക്കീൽ നമ്മൾക്ക് വേണ്ടി വാദിച്ച് തകർക്കുകയാണെന്നാണ്. ഇവൻ്റെ പൊട്ട ഇംഗ്ലീഷിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, മലയാളം നന്നായിട്ട് അറിയാവുന്ന ജഡ്ജിയുടെ മുമ്പിൽ മലയാളം നന്നായിട്ട് അറിയാവുന്ന വക്കീല് മലയാളം നന്നായിട്ട് അറിയാവുന്ന വാദിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ. നമ്മൾ ഇംഗ്ലീഷിനെതിരൊന്നുമല്ല. ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടത് ഇംഗ്ലീഷ് ഉപയോഗിക്കുക തന്നെ വേണം. പക്ഷേ ഇത് എന്തിനാണ്? ഇവിടെ കോടതി മാത്രമല്ല, കോളേജിലാണെങ്കിൽ മലയാളം നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രൊഫസർ മലയാളം നന്നായിട്ട് അറിയാവുന്ന ഒരു വിദ്യാർത്ഥിയോട് ഇംഗ്ലീഷിൽ ഫിസിക്സിനെ പറ്റി സംസാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ നമ്മുടെ പ്രശ്നം. അതാണ്. സാറിന് എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച്? ഇപ്പോൾ വലിയൊരു വിഭാഗം തൊഴിലാളികൾ കേരളത്തിൽ ബംഗാളികളാണ്. അപ്പോൾ അവർക്ക് മലയാളം അറിയില്ല, പഠിക്കുന്നുണ്ട്. എങ്കിലും അവരെയും കൂടി സഹായിക്കാൻ ഉതകുന്ന ഒരു ഭാഷാ നയം ആവാം.
ബംഗാളികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അത് പ്രായോഗികമായി ഇപ്പം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. പെരുമ്പാവൂർ പോയി കഴിഞ്ഞാൽ ബസ്സിലെ ബോർഡുകൾ വരെ ബംഗാളിയിലുണ്ട്, കടകളുടെ ബോർഡുകൾ ബംഗാളിയിലുണ്ട്. ഇത് ഇംഗ്ലീഷിലൂടെയല്ല പരിഹരിച്ചത്, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ മാതൃഭാഷയ്ക്ക് കൂടി ഒരു പരിഗണന കൊടുക്കാവുന്ന, അത് സർക്കാർ തലത്തിലും ആകാം. ഇപ്പോൾ തന്നെ കാസർഗോഡ് ജില്ലയിലും പാലക്കാട് ജില്ലയിൽ പുതിയ ഉത്തരവ് പ്രകാരം അല്പം മാറ്റം വരുന്നുണ്ടെങ്കിലും ഇതുവരെ കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം അതിർത്തി ജില്ലകളിലുള്ളവർക്ക് മലയാളം അറിയണ്ട, പകരം തമിഴോ കന്നഡയോ അറിഞ്ഞാൽ മതി എന്നായിരുന്നു ഇതുവരെയുള്ള നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഈ പുതിയ നിയമം വന്നതോടുകൂടി മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പോലും എനിക്ക് തോന്നുന്നൊരു രണ്ടാം ഭാഷയായിട്ട് കന്നഡയോ തമിഴോ പരിഗണിക്കാവുന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും പരിഗണിക്കേണ്ടതാണ്. കാരണം അവരും നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തെ അവിഭാജ്യ ഘടകമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഒരു മലയാളം അറിയുന്ന പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചറർ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ കുട്ടികളുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്ന്. അപ്പോൾ പക്ഷേ ഇംഗ്ലീഷാണ് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത്, അത് ഇംഗ്ലീഷാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഇൻ സ്കൂൾ. വീട്ടിൽ പറയുന്നതാണ് മലയാളം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടികളെ. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അത് വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം മലയാളത്തിലേക്ക് മാറണോ, അതല്ല ഇപ്പോൾ തുടരുന്ന പോലെ തന്നെ നല്ലൊരു വിഭാഗം കുട്ടികൾ ഇംഗ്ലീഷിൽ തന്നെ തുടർന്ന് പഠിച്ചാൽ മതിയോ എന്നുള്ളത് വാസ്തവത്തിൽ ഇതിൻ്റെ ലളിതമായൊരു ഉത്തരം മലയാളത്തിൽ തന്നെ വേണം എന്നുള്ളതാണ്. കാരണം മാതൃഭാഷയിൽ തന്നെയാണ് ഏറ്റവും നന്നായി അധ്യയനം നടക്കുന്നത്, ഏത് വിഷയം ആയാലും പഠിക്കാൻ എളുപ്പമായത്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൂടി ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ മാതൃഭാഷ മാധ്യമമായിട്ടുള്ള രാജ്യങ്ങൾ, സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഒരു നല്ല അളവിൽ സ്വാശ്രയത്വം നേടിയതാണ്. ഇപ്പോൾ ചൈന തന്നെ എടുക്കുക, അവർക്ക് ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിലും അവരുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇംഗ്ലീഷ് ഒരു അധിക ഭാഷയായി പഠിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് മലയാളത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ വികസന പ്രശ്നങ്ങളും കൂടി പരിഹരിക്കും. ഇത് രണ്ടും ചേർന്നിട്ടേ പോകുള്ളൂ, ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നല്ലൊരു ശതമാനം ആളുകൾ, അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ലെങ്കിലും പ്രായപൂർത്തിയായ നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ തൊഴിൽ ചെയ്യാനുള്ള പ്രായം ആയവരുടെ നല്ലൊരു ശതമാനം ജോലി ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ഈ ഭാഷാജ്ഞാനം വാസ്തവത്തിൽ അവർക്ക് സഹായകമാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു പ്രശ്നം, ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു മറുചോദ്യം ഇവിടെ സ്വാഭാവികമായിട്ടും വരാവുന്നതാണ്. പിന്നെ ഇതിനൊക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏത് ഭാഷയും വാസ്തവത്തിൽ 3 മാസം കൊണ്ട് പഠിക്കാവുന്നതാണ്. ഈ വാദം ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് തെറി കേട്ടിട്ടുണ്ട്. എന്നാലും ഞാനിതിൽ ഉറച്ചു വെക്കുന്നു, ഏത് ഭാഷ, ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും കന്നഡ ആയാലും 3 മാസം കൊണ്ട് പഠിക്കാൻ കഴിയുന്ന, ഇത് പെഡഗോജിയുടെ ബോധനശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ചോദ്യം കൂടി സാറിൻ്റെ അടുത്ത്, ഇപ്പോൾ ഫേമസ് ലിറ്ററേച്ചർ MA ലിറ്ററേച്ചർ ചെയ്തത് മലയാളത്തിൽ അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് അവരുടെ മക്കളെ കേരളത്തിൽ പഠിപ്പിക്കാണ്ട് കുറേ അന്യ സ്റ്റേറ്റുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഊട്ടി ആവട്ടെ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആവട്ടെ കുറേ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അല്ല, അത് ഇപ്പം ഇവിടെ അതിനുള്ള കോഴ്സുകൾ ഇല്ലെങ്കിൽ ഇതിപ്പം വെച്ച് മലയാള ഭാഷയെ രക്ഷിക്കാനുള്ള പരിപാടിയല്ല. ഇതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഭാഷ മലയാളമാക്കുക എന്ന് പറയുന്നത് മലയാള ഭാഷയെ രക്ഷിക്കാനുള്ളൊരു പരിപാടിയല്ല, മലയാളിയെ രക്ഷിക്കാനുള്ളൊരു പരിപാടിയാണ്. അതൊരു നീതി മാത്രമാണ്. ഭരണകാര്യങ്ങൾ ജനങ്ങൾ അറിയണം, അത് സുതാര്യമാവണം, എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ബാധ്യതയുണ്ട്. അതാണ് ഇത്. മറ്റത് വേറൊരു പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ മകൾക്കോ മകനോ ഉള്ള ഒരു കോഴ്സ് കേരളത്തിൽ ലഭ്യമല്ല എങ്കിൽ, ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലൂടെ പഠിക്കാൻ പറ്റും. ഫിലിം പഠിക്കുന്ന ആൾ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പോയി പഠിക്കണം. അപ്പോൾ അതിന് മറ്റ് സംസ്ഥാനത്ത് പോകും. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഈ ഭരണഭാഷ മലയാളമാകുന്നതാണ്. അത് തർക്കമില്ലാത്ത സംഗതിയാണ്. റോഷ്നി, ഒരു സമയത്തിൻ്റെ ഒരു പരിമിതിയായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെയും വാദം, നമ്മുടെ ഷെരീഫ് സാറിൻ്റെയും നമ്മൾ വാദം കേട്ടു. റോഷ്നിക്ക് എന്തും തന്നെ മുമ്പ് വാമൻ സാർ എന്തോ പറയാനുണ്ട്. എനിക്ക് തോമസ് സാറിനോട് ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു വികാരമാണ് ഇത്. ഞാനിവിടെ ഒരാളെന്ന രീതിയിൽ എന്നെ ഒരു മലയാളി വിരുദ്ധനായി ചിത്രീകരിച്ചേക്കല്ലേ. എൻ്റെ പേരുകൊണ്ട് ഞാൻ ഒരു മലയാളിക്കെതിരാണ്, വാമനകുമാർ എൻ്റെ പേര്. പക്ഷേ സ്വഭാവം അങ്ങനെയല്ല. സാർ, ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. നമ്മളുടെ മാതൃഭാഷ നിർബന്ധമായിട്ടും അറിയണം എന്ന് ഈ ഗവൺമെൻറ് ഓർഡിനൻസ് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ മറാഠിയും പഞ്ചാബിയും ഒറിയയും ബംഗാളിയും ഗുജറാത്തിയും അറിയാത്ത മലയാളികൾ അവിടുന്ന് ജോലി പിരിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പുറത്ത് പോയി ജോലി ചെയ്യുന്ന, സർക്കാർ ജോലികളും ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ അവിടുത്തെ ആൾക്കാർ സംരക്ഷിക്കുന്നില്ലേ, അവിടുത്തെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നില്ലേ? അപ്പോൾ അതുപോലെ ആ ഒരു പ്രശ്നം അവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് പോയാൽ വലിയ ഒരു തൊഴിലില്ലായ്മ പ്രശ്നവും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നുള്ള ചോദ്യം സമൂഹത്തിനിടയിലുണ്ട്. സാർ അതിനെ എങ്ങനെ കാണുന്നത്? അതിനെന്താ അതിനൊരു മറുപടി?
ഇത് ഇപ്പോഴങ്ങനെയാണല്ലോ. അവിടെ ഇവിടെ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ ചെല്ലുന്നവർ അവിടുത്തെ ഭാഷ പഠിച്ചേ വെക്കൂ. ബംഗാളി ചെല്ലുന്നവർ അവിടുത്തെ ഭാഷ പഠിച്ചേ വെക്കും. അവിടുത്തെ ഭരണഭാഷ സർക്കാർ ജോലികളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ ഭരണഭാഷ അവിടുത്തെ മാതൃഭാഷ തന്നെയാണല്ലോ. അതിൻ്റെ അകത്ത് വേറൊരു സംശയമില്ല. മലയാളം പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അവിടെ ഇംഗ്ലീഷ് ലിങ്ക് ലാംഗ്വേജ് എന്നല്ല. അത് നമ്മൾ ഒരു ഫെഡറൽ സമൂഹത്തിലെ ഒരു ഇണക്കു ഭാഷ വേണം. ലിങ്ക് ലാംഗ്വേജ് അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ മലയാളികളെ ഭരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ മലയാളം ആവണമെന്നേ പറഞ്ഞുള്ളൂ. ഇതിനിടെ മറ്റു ഭാഷക്കാർക്ക് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനൊന്നും പുറത്തെ ഒരു ഭാഷയ്ക്ക് എതിരല്ലല്ലോ. ഇതൊരു ഭാഷാ മൗലികവാദമല്ല. എല്ലാ ഭാഷകളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് ബഹുമാനം കൊടുക്കുന്നത് പോലെ തന്നെ നമുക്കും ബഹുമാനം കിട്ടണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നുകൂടി ചോദിച്ചോട്ടെ സാർ, ഇപ്പം മലയാളികൾ നമ്മൾ 3.25 കോടി ജനസംഖ്യയാണ്. കേരളത്തിൽ നല്ല വിദ്യാഭ്യാസവും സാക്ഷരതയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ സ്റ്റേറ്റിൽ നമ്മളുടെ ഭരണനിർവഹണത്തിന് ആവശ്യമായ സാങ്കേതികമായ വിദ്യാഭ്യാസവും പരിചയസമ്പത്തും ഇല്ല ആൾക്കാരെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അത്തരം ഒരു ബ്രെയിൻ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള തൊഴിലുകളെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വന്നാൽ അവരെ നമ്മൾ ഈ പേരിൽ മാറ്റിയെടുത്തുമ്പോൾ അത്തരം രംഗങ്ങളിൽ നമ്മൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തീരില്ലേ? ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. ഞാനൊരു വേറൊരു കണക്ക് പറയാം. നമുക്ക് 3.5 കോടി ഉണ്ടല്ലോ. ഐസ്ലാൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ഐസ്ലാൻഡിൽ 3.5 ലക്ഷം ആളുകളേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഐസ്ലാൻഡിക് ഭാഷയിലാണ് പഠിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരതയുള്ള സ്ഥലമാണ്. അവിടുത്തെ ധാരി ഭാഷയിലാണ് കാബൂൾ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നത്. അതിൻ്റെ മറുവശം നമ്മുടെ IIT-കളിലെ ഇന്ത്യയിലെ ഒരു IIT-യിൽ പോലും മാതൃഭാഷയിൽ അവിടുത്തെ ഹിന്ദിയിൽ പോലും ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ സാധ്യമല്ല. എല്ലായിടത്തും ഇംഗ്ലീഷിലാണ് ശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ അനുവദിച്ചുള്ളൂ. അത് നമ്മൾ ഇത് മലയാളത്തിൻ്റെ മാത്രം കാര്യമല്ല. എല്ലാ പ്രാദേശിക ഭാഷകളെയും നേരിടുന്ന ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളുടെയും പ്രശ്നം ഹിന്ദിയുടെ പോലും പ്രശ്നമാണ്. ഒറ്റ വാക്കുകൂടി, ഞാനൊരു അഭിഭാഷകനായതുകൊണ്ടാണ് സാറിൻ്റെ ചില പരാമർശങ്ങളും പ്രയോഗങ്ങളും അഭിഭാഷക സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കാൻ തുല്യമായി പോയി. കോടതിയിൽ വേണം മലയാളത്തിലും സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കാം, സത്യവാങ്മൂലം കൊടുക്കാം. ഇനി നേരിട്ട് കക്ഷികൾക്ക് വേണമെങ്കിൽ സിനിമയിൽ പോലും നടക്കുന്നതിലും വിനോദം വിഷമിക്കലെന്ന് വരുന്നു പറയുകയും ചെയ്യാം. നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഈ എല്ലാ കക്ഷികളെയും പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഘോരഘോരം ബാധിച്ച് പണം നടത്തി വരാൻ അഭിഭാഷകർ മൊത്തം എന്നുള്ള അഭിപ്രായത്തിനോട് വിനീതമായി ഞാൻ വിയോജിക്കുന്നു. എന്നാൽ ഞാൻ അതിൻ്റെ ഒരു ബാക്കിയൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ഫെബ്രുവരി ലോക മാതൃഭാഷാ ദിനമാണ് ഫെബ്രുവരി 22. അത് അറിയണം. ബംഗ്ലാദേശിൽ നിന്നുണ്ടായൊരു പ്രശ്നമാണ്. ബംഗ്ലാദേശികളുടെ മേലെ ഉറുദു അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ സമരം നടത്തുകയും വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്ത്. ആ ദിനമാണ് ലോക മാതൃഭാഷ. ആ ദിനത്തിൽ ഞങ്ങൾ കോഴിക്കോട് കോടതിയിലേക്ക് ഒരു മാർച്ച് നടത്തി. ഞാനും പ്രൊഫസർ MN കാരശ്ശേരിയും അങ്ങനെ കുറച്ച് പേരും ചേർന്ന്. അപ്പോൾ ഒരു അറിയിപ്പ് വന്നു, അതിൻ്റെ 7 അയലത്തടുത്ത് പോരുത്, ഭരണഭാഷ കോടതി ഭാഷ മലയാളമാക്കണമെന്നുള്ള നിവേദനം കോടതി കൊടുക്കാൻ പോയ ഞങ്ങളെ 7 അയലത്തടുത്ത് പോരുമെന്ന് പറഞ്ഞ് പോലീസ് വന്ന് തടഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഇപ്പോൾ റോഷനിക്ക് എന്താണ് ഈ രണ്ടുപേരും നിലപാട്? രണ്ടുപേരും വളരെയധികം കാര്യമായിട്ട് നമ്മുടെ ഈ കാര്യം സംസാരിച്ചു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ബാംഗ്ലൂരിലായതുകൊണ്ട് ഞാൻ മലയാളം സ്കൂളിൽ പഠിച്ചിട്ടില്ല. എഴുതാനും വായിക്കാനും അറിയില്ല. വായിക്കാൻ കുറച്ച് അറിയാം. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന ആൾക്കാർ മലയാളം നിർബന്ധമായിട്ട് അറിയണം എന്നുള്ളത് എൻ്റെ സ്റ്റാൻഡാണ്. നമ്മളുടെ ഈ തിരഞ്ഞെടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഭരണഭാഷ മലയാളമാക്കുന്നതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചില നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള അന്യ സ്റ്റേറ്റുകളിലേക്ക് ഒക്കെ ജോലിക്ക് പോകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു സഹായം എപ്പോഴും ആവശ്യമാണെന്നുള്ളത് അതിനെ നമ്മൾ മറക്കേണ്ട കാര്യമില്ല. പിന്നെ സിനിമയിൽ എന്ന് പറഞ്ഞ കോടതി സീനുകളെ കുറിച്ച് പറഞ്ഞു. ജീവിതത്തിൽ കാണുന്നൊരു പച്ചയായ ആവിഷ്കരണമൊന്നുമല്ല കല എന്ന് പറയുന്നത്. അതിന് പൊടിപ്പും തൂങ്ങലൊക്കെ വരും. അതിൽ ഇപ്പോൾ കേരളത്തിലുള്ള മലയാളികൾ മൊത്തം കോടതിയിൽ ഡെയിലി പോയിട്ട് മറ്റേ കേസും കാര്യങ്ങൾ ചെയ്യുന്നത് നടന്ന് ഇതിൽ കോടതിനെ പറ്റി മൊത്തം പഠിച്ച് നിൽക്കുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംവിധായകൻ്റെ മനോധർമ്മം അനുസരിച്ച് അതിനൊക്കെ സുരക്ഷ കൂടുതൽ സുരക്ഷ ജഡ്ജ് അടിക്കുമ്പോൾ എപ്പോഴും പണ്ടും കാണാറുണ്ട് ഒരു പൊടി പറക്കുന്നത്. ജീവിതത്തിൽ തുറന്നു നോക്കി അതൊക്കെ നമ്മളുടെ ഒരു ഇമ്പാക്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ സിനിമയും ഇതൊക്കെ വളരെ വ്യത്യാസമുണ്ടാകും. കോടതിയല്ല, പോലീസ് സ്റ്റേഷനല്ല, ലോകം മുഴുവൻ മാറ്റും സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് നല്ലൊരു വിഷയമാണ് ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഈ മാതൃഭാഷ നമ്മൾ ഈ ഔദ്യോഗിക ഭാഷ മലയാളം തന്നെ ആക്കണമെന്നുള്ള ഇതിനോടുകൂടി ഞാൻ വളരെ യോജിക്കുന്നു. നല്ലൊരു വിഷയം തന്നെ. ഓക്കെ, താങ്ക് യു. മീര മാഡം, റോഷിനി തന്നെ ഇങ്ങനൊരു വിഷയം പ്രതിഭാഗത്തിന് തിരഞ്ഞെടുത്തത് വളരെ നന്നായി. അത് റോഷിനിക്ക് മാതൃഭാഷയോടുള്ള പ്രതിബദ്ധതയുടെ ഒരു തെളിവായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം മലയാളം നന്നായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉള്ള ഒരാളാണല്ലോ. എനിക്ക് പക്ഷേ ഇവിടെ ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്
നമ്മുടെ ഒരു ബഹുഭൂരിപക്ഷം രക്ഷകർത്താക്കളും കുട്ടികളും മലയാളം അറിയാതിരിക്കുന്നതിൽ അഭിമാനിക്കുകയും നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഞാൻ തന്നെ ഫംഗ്ഷന് പോകുന്ന ഈ ചില ആനുവൽ ഡേയിലൊക്കെ സംബന്ധിക്കാൻ പോകുമ്പോൾ എല്ലാ സ്കൂളുകളിലും ടീച്ചർമാർ വളരെ നിർബന്ധപൂർവ്വം തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുകയും കുട്ടികൾ ഇംഗ്ലീഷിൽ തന്നെ കാണാതെ പഠിക്കുകയും ചെയ്യുന്ന പ്രസംഗം കാണാതെ പഠിച്ച് ഡെലിവറി ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. ഈ കുട്ടികൾ വളർന്നു വരുന്ന ഒരു കാലത്തേക്ക് നമ്മൾ കേരളത്തിലെ ഭരണഭാഷ മലയാളമാക്കുമ്പോൾ സത്യത്തിൽ ഇത് കുട്ടികൾ നാളത്തെ തലമുറ വളരെ ബുദ്ധിമുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ ഭരണഭാഷയാക്കുമ്പോൾ ഇറങ്ങുന്ന ചില ഗവൺമെൻറ് ഓർഡറുകളിലെ മലയാളം കണ്ടു കഴിഞ്ഞാൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തോന്നും. ഇത്ര വൃത്തികെട്ട മലയാളം ഗവൺമെൻറ് എങ്ങനെയാണ് മലയാളത്തെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും. അപ്പം നല്ല മലയാളം ഉപയോഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ഇംഗ്ലീഷെങ്കിലും ഉപയോഗിച്ചാൽ മതിയായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോയി. ഏതായാലും ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് വന്നേ തീരൂ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് തെളിച്ച് നിൽക്കുകയാണ്. ഏതായാലും എല്ലാം നേരത്തെ വിനോദനും മീര ചേച്ചി പറഞ്ഞ പോലെ സബ്ജക്റ്റ് വളരെ റെലവൻ്റ് ആണ്. ഇവിടുത്തെ വാദം പ്രതിവാദത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയാം. ആ സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും വാദം പ്രതിവാദം എന്നതിലേക്ക് ഇത് പോയില്ലെങ്കിലും ഈ മലയാള ഭാഷ മലയാള ഭാഷ നിർബന്ധമായിട്ടുള്ളൊരു മെസ്സേജ് വളരെ ശക്തമായി 2 പ്രൊഫസർമാർക്ക് ഇവിടെ തീർച്ചയായിട്ടും നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, മലയാളം ഭരണഭാഷയെ നിർബന്ധമാക്കുന്നതോടൊപ്പം തന്നെ ലോകത്തിനു മുമ്പിൽ മലയാളികൾക്ക് തീർച്ചയായിട്ടും പിടിച്ചേക്കാൻ പറ്റുന്ന വിധത്തിൽ ഇംഗ്ലീഷിനെയും പാടെ തള്ളരുത് എന്ന ഒരു അഭിപ്രായം എൻ്റെ മനസ്സിലുണ്ട്. യു ഹാവ് ഡൺ ഇറ്റ് വെൽ. ഓക്കെ, ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു 2 ഗസ്റ്റിനും സമ്മറൈസ് ചെയ്യാൻ ഒരു പോയിന്റ്. ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജ് എന്തായിരിക്കും? ഒരു ചുരുക്കത്തിലൊരു വാചകത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും ഇതിൻ്റെ? അല്ല, എനിക്കിതേ പറയാനുള്ളൂ. ഇതിപ്പോൾ ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? മലയാളികൾ തന്നെയാണ്. നേരത്തെ ഇവിടെ വന്നല്ലോ. അതായത് ഈ ഇംഗ്ലീഷുകാരുടെ കുറ്റം പറയാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇംഗ്ലീഷുകാർ പോയിട്ട് കൊല്ലം കുറേയായി. നമ്മളിത് തിരഞ്ഞെടുത്തതാണ്. ഈ ഇംഗ്ലീഷിനോടുള്ള അമിതമായിട്ടുള്ള ആശ്രിതത്വം നമ്മൾ തിരഞ്ഞെടുത്തതാണ്. തിരഞ്ഞെടുത്താൽ നരകം പോലും സ്വർഗമാണ്, അടിച്ചേൽപ്പിച്ചാൽ സ്വർഗം പോലും നരകമാണ്. നമ്മൾ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ഇത് കുടഞ്ഞു കളയാൻ കുറച്ച് താമസം വരും. താങ്ക് യു സർ. സാർ എന്താണ് സാർ ഇങ്ങനെ ചുരുക്കത്തിൽ പറയാനാണെങ്കിൽ താങ്കളുടെ മെസ്സേജ്? മലയാളം മലയാളം ഭരണഭാഷയാക്കിയ നടപടിയോട് പൂർണ്ണമായി യോജിക്കുന്നു. അതോടൊപ്പം തന്നെ അതൊരു വാസ്തവത്തിൽ ഒരു പൗരാവകാശ പ്രശ്നമാണ്. അതായത് എൻ്റെ മാതൃഭാഷയിൽ തന്നെ എനിക്ക് കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്. മറിച്ച് ഇത് ഭാഷാസ്നേഹം തുടങ്ങി ഭാഷാ മൗലികവാദത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തീർച്ചയായും വളരെ അപകടം പിടിച്ചൊരു കാര്യമായിരിക്കും. ഇപ്പോൾ മലയാള ഐക്യവേദി തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനത്തിൽ ഈ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഭാഷാ സ്നേഹം എന്നുള്ളിടത്തും തുടങ്ങിയിട്ട് പൗരാവകാശം എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കും. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഓക്കെ, താങ്ക് യു സർ. ഡോക്ടർ തോമസ് ആൻഡ് ഷെരീഫ് സർ, രണ്ടുപേരും താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. ജഡ്ജസ് മാർക്ക് വാമൻ സർ. റോഷ്നി 8.5 മാർക്ക്. 8.5. റോഷിയുടെ സ്റ്റാൻഡിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 8.5 മാർക്ക്. വെരി ഗുഡ്. വിനു സർ 8.5 മാർക്ക്. അപ്പോൾ 25.5 മാർക്കാണ് റോഷ്നിക്ക് വാദം പ്രതിവാദം എന്ന ഈ ടോപ്പിക്കിൽ ഈ സെഗ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്.